എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SLC റിസൾട്ട് 2024 റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ ഇതും കൂടെ മനസ്സിലാക്കണം. 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC റിസൾട്ട് 2024 റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. വൈകിട്ട് 3 മണിക്ക് പത്രസമ്മേളനത്തിലൂടെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. എത്ര ശതമാനം വിജയം കിട്ടി, എത്ര ഫുൾ എ പ്ലസ് എത്ര പേർക്കുണ്ട് എന്നൊക്കെയായിരിക്കും മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിക്കുക. ശേഷം 4 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റുകളിലും slcexam.kerala.gov.in എന്ന വെബ്സൈറ്റിലും parikshavavan.kerala.gov.in എന്ന വെബ്സൈറ്റിലും kite.kerala.gov.in എന്ന വെബ്സൈറ്റിലും വിദ്യാർത്ഥികൾക്ക് prd.kerala.gov.in എന്ന വെബ്സൈറ്റിലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ആ വെബ്സൈറ്റുകളിൽ വൈകിട്ട് 4 മണി മുതൽ ലഭ്യമാകും. ഞാൻ 4 മണി എന്ന് പറയുന്നതിന് കാരണം സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ 3 മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ശേഷം 4 മണി മുതലാണ് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ലഭ്യമായത്. ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നേരത്തെ വരുമോ എന്നറിയത്തില്ല. എന്നാൽ പോലും നിങ്ങൾക്കൊരു 4 മണിക്കപ്പുറം എന്തായാലും പോവില്ല. 4 മണിയോടെ തന്നെ വിദ്യാർത്ഥികൾക്കെല്ലാം റിസൾട്ട് വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.